കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാവിലെ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന്, യേശു രാജാവിന് മുഴുമാനവും അർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി. ക്ഷീണിച്ചും തകർന്നും പോകാൻ നമ്മുടെ കർത്താവ് അനുവദിച്ചില്ല. നമുക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ പക്കലുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തക്ക സമയം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും നാം അറിയുന്നതിനേക്കാൾ മുമ്പേ നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മയിൽ കൂടെ നമ്മെ നടത്തുകയും ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ വിലപ്പെട്ട കരുതലും സ്നേഹവും അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ തരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകുന്നു. നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവ് മറുപടികൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ ഒരു വാക്കാണ്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ സംബന്ധമായി ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ, ഒത്തിരി വേദനയിൽ കൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, തൻ്റെ മിഷണറി യാത്ര, 1-2 മിഷണറി യാത്രകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. വളരെ ദാരുണമായ കഷ്ടതയിൽ കൂടെ, ഉപദ്രവങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെയാണ് പൗലോസ് കടന്നുപോയത്. പല സാഹചര്യങ്ങളിൽ, പല അവസരങ്ങളിൽ പൗലോസ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, കാരാഗൃഹത്തിൽ കിടന്നിട്ടുണ്ട്, വീട്ടു തടങ്കലിൽ കിടന്നിട്ടുണ്ട്, അപ്പോൾ തന്നെ ജയിലറകളിൽ കിടന്നിട്ടുണ്ട്. ചന്തയിൽ എന്ന് പറഞ്ഞാൽ ആള് കൂടുന്ന തുറസായ സ്ഥലങ്ങളിൽ നഗ്നനാക്കി നിർത്തി അടിച്ച് മുറിവേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. വലിച്ചുകൊണ്ട് കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. 39 അടി, 40-1 കുറുകെ 39 അടി ഒരു തവണയല്ല, പലതവണ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ 39 അടി അടിച്ചത് ഒരു തവണയാണ്. എന്നാൽ ആ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറഞ്ഞ കാരണത്താൽ, വിളംബരം ചെയ്ത കാരണത്താൽ, മറ്റുള്ളവരിലേക്ക്, ജാതികളിലേക്ക് യേശുവിൻ്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തതിനാൽ പലതവണ കോലുകൊണ്ടുള്ള അടിയും ദണ്ഡനങ്ങളും സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കള്ള സഹോദരന്മാരുടെ ആപത്തും, കടലിലെ ആപത്തും, കരയിലെ ആപത്തും, അങ്ങനെ ഒട്ടനവധി ആപത്തിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ താൻ കടന്നുപോയി എന്ന് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കപ്പൽ ഛേദം വന്നതും, നിന്ദിക്കപ്പെട്ടതും, ഒരു കുറ്റവാളി എന്ന നിലയിൽ, കള്ളൻ എന്ന നിലയിൽ തന്നെ പിടിച്ചു കൊണ്ടുപോയതും, റോമിലേക്ക് കൊണ്ടുപോയതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 27-28 അധ്യായങ്ങളിലൊക്കെ തന്നെ ബന്ധിക്കപ്പെട്ടവനായി കാണാൻ കഴിയും. ഇനി കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്ന സഭയെ കാണാൻ കഴിയും. അപ്പോസ്തലനല്ല എന്ന് വരെ പറഞ്ഞ് പരത്തി പൗലോസിനെ അപമാനിച്ച, പൗലോസിനെ വേദനിപ്പിച്ച സംഭവം, വികാസങ്ങൾ 2 കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അപ്പോസ്തലന്റെ അപ്പോസ്തോലികത്തെ പോലും ചോദ്യം ചെയ്ത ഒരു സാഹചര്യം, നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് താൻ നേടിയെടുത്ത തൻ്റെ വിശ്വാസികൾ, തൻ്റെ മക്കൾ തന്നോട് എതിർക്കുന്നത് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൗലോസ് ഇത്ര ഒട്ടനവധി കഷ്ടങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നുപോയി. ദേമാസ് ഉൾപ്പെടെ ഈ ലോകത്തെ സ്നേഹിച്ച് തൻ്റെ കൂടെ നിന്നവരെല്ലാം തന്നെ ഇട്ടിട്ട് പോയി. അവസാനം താൻ ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പൗലോസ് ഈ കഷ്ടങ്ങളിൽ കൂടെ, ഈ വേദനയിൽ കൂടെ, ഈ പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട്
അവസാന ഭാഗത്ത് പൗലോസ് ഫിലിപ്പിയർക്ക് സഭ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. പൗലോസ് ഇത് പറയാൻ കാര്യം, തൻ്റെ 2ാം മിഷണറി യാത്രയിലും 1ാം മിഷണറി യാത്രയിലും സാമ്പത്തികമായി തന്നെ സഹായിച്ച, ഏറ്റവും കൂടുതൽ തന്നെ സഹായിച്ചിട്ടുള്ള ഒരു സഭയുണ്ടെങ്കിൽ അത് ഫിലിപ്പിയ സഭയാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്, തടവറയിൽ കിടന്നുകൊണ്ട്. 2 നിലയിലുള്ള തടവറയെക്കുറിച്ച് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പൗലോസ് കിടന്ന് 2 നിലയിൽ. 1ാമത്തെ തടവറ എന്ന് പറയുന്നത് താൻ തന്നെ പണം കൊടുത്ത് താൻ തന്നെ വാടക കൊടുത്ത് ജീവിക്കുന്ന വീട്ടിലാണ് താൻ തടവിലായത്. പക്ഷെ റോമൻ പടയാളികൾ അവന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് തനിക്ക് പുറത്തിറങ്ങുവാനോ തന്നെ കാണാനോ ഒരാൾക്ക് അകത്തേക്ക് വരാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. ഏകാന്തതയുടെ ചില നാളുകൾ കടന്നുപോയി. അത് വലിയൊരു തടവറയാണ്. മറ്റൊന്ന് ഭൂമിക്കടിയിലുള്ള തടവറയാണ്. 2 നിലയായി ഭൂമിക്കടിയിൽ പണിത് വെച്ചിരിക്കുക 2 അറകൾ. ആ അറകളിലേക്ക് കയറി ചെല്ലാൻ വാതിലുകളല്ല, ദ്വാരമാണ്. ഈ ദ്വാരത്തിൽ കൂടെയാണ് കുറ്റവാളികളെ 2ാം നിലയിലും 1ാം നിലയിലേക്ക് ഇറക്കി വിടുന്നത്. പക്ഷെ അവിടെ ഇരുട്ടാണ്, വെട്ടമില്ല. അപ്പോൾ തന്നെ ദുർഗന്ധം വമിക്കുന്ന സ്ഥലമാണ്. അതിനകത്ത് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്ത നിലയിൽ പൗലോസ് ബന്ധിക്കപ്പെട്ട് കിടന്ന സാഹചര്യം തടവറയെക്കുറിച്ച് പറയുകയാണ്. ഈ വക കാര്യങ്ങളിൽ കൂടെ ഒക്കെ പൗലോസ് കടന്നുപോയിട്ടും ക്രിസ്തുവിന്റെ നിന്ന വിലയേറിയതെന്ന് താൻ കാണുകയാണ്. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ഓട്ടം തികയ്ക്കാൻ എൻ്റെ പിന്നിലുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മറക്കുന്നു. അപ്പോൾ തന്നെ ഭാഗത്ത് വായിക്കുകയാണ്, ഞാൻ സകലതും ചപ്പും ചവറും എന്ന് ഞാൻ എണ്ണുന്നു. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ പണം, എൻ്റെ മാന്യത, എൻ്റെ മാനം എല്ലാം ഞാൻ ചപ്പും ചവറുമായി എണ്ണുന്നു. ഞാൻ സകലതും ഛേദമെന്ന് എണ്ണുന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്കൊന്ന് ഉയർത്തെഴുന്നേൽക്കണം, അതുമാത്രമാണ് എൻ്റെ ആശ. അപ്പൊ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു ഉയർപ്പ് പൗലോസ് ആഗ്രഹിക്കുന്നു. എന്തിന്? നിത്യതയെ ചെല്ലാൻ, യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ, താൻ കണ്ട ആ 3ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ ആഗ്രഹിച്ച് കൊതിച്ച് ക്രിസ്തുവിനെ ഉള്ളിലാക്കി കൊണ്ടു നടന്ന പൗലോസ് ജീവിതത്തിലെ മേടുകളിലും ഏടുകളിലും കഷ്ടതയും ഞെരുക്കവും വേദനയും അനുഭവിച്ചിട്ട് ഈ പുസ്തകത്തിൽ ഒരിടത്തും ഞാൻ കണ്ടില്ല പൗലോസ് നിരാശയുടെ വാക്ക് പറയുന്നേ. ഒരിടത്തും ഞാൻ കണ്ടില്ല പൗലോസ് പിന്തിരിഞ്ഞു പോകുന്നത്, യേശുവിനെ കുറ്റപ്പെടുത്തുന്നത്, യേശുവിനോട് തർക്കിക്കുന്നത്, വാദിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നാൽ പൗലോസ് പറഞ്ഞ ഒട്ടനവധി വാക്കുകൾ ഇന്നും നമ്മെ ജീവിപ്പിക്കുന്നു, ഇന്നും നമ്മെ ചൈതന്യപ്പെടുത്തുന്നു, ഇന്നും നമ്മെ ശക്തീകരിക്കുന്നു. അതിലൊരു വാക്യമാണ് ഇന്നത്തെ കുറിവാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇന്ന് രാവിലെ ആത്മാവി പറയാം, എവിടെയെങ്കിലും ശക്തി ക്ഷയിച്ചു പോകുന്നെങ്കിൽ, മനസ്സ് ക്ഷീണിച്ചു പോകുന്നെങ്കിൽ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, നിലനിൽക്കാൻ കഴിയാത്ത, പൂർത്തിയാക്കാൻ കഴിയാത്ത, ഓടിത്തികയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഇന്ന് രാവിലെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ, വീട്ടുകാരെ നോക്കിയാൽ, നാട്ടുകാരെ നോക്കിയാൽ, കൂട്ടുകാരെ നോക്കിയാൽ, പഠിപ്പിക്കുന്ന അധ്യാപകരെയോ കൂടെ ജോലി ചെയ്യുന്നവരെയോ മാനേജ്മെന്റിനെയോ HR-നെയോ, ഇനി എന്തിനാ പറയുന്നത്, സ്വന്തം കുടുംബത്തിലേക്ക് നോക്കിയാൽ, ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ നോക്കിയാൽ ഒരുപക്ഷെ നീ ക്ഷീണിച്ചു പോകാം, നീ തളർന്നു പോകാം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെ നീ മുമ്പോട്ട് പോയെന്ന് വരാം. എന്നാൽ ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പൗലോസ് പറഞ്ഞ അതേ വേർഡാണ്. ജീവിതത്തിന്റെ ഏതറ്റം വരെ കഷ്ടതയും ഞെരുക്കവും വേദനയും ഒറ്റപ്പെടലും കണ്ണുനീരും അതിന്റെ താഴ്വരയും നീ ചവിട്ടി പോകേണ്ടി വന്നാലും ഭാരപ്പെടല്ലേ, എന്നെ ശക്തനാക്കുന്ന ഒരുത്തൻ എനിക്കുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരാൾ എനിക്കുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരാളുണ്ട്. ഞാൻ ക്ഷീണിക്കുമ്പോൾ എൻ്റെ കൈക്ക് പിടിക്കുന്ന, ഞാൻ ആ വെള്ളത്തിൽ താണു പോകുമ്പോൾ പത്രോസിനെ പൊക്കിയതുപോലെ ആ വെള്ളത്തിൽ തന്നെ പൊക്കിയെടുക്കുന്ന, യെശയ്യാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ പെരുവെള്ളത്തിൻ്റെ മീതെ ആമേൻ നടക്കേണ്ടി വന്നാലും മുങ്ങിപ്പോകാതെ, തീ കൂടെ കടക്കേണ്ടി വന്നാലും ദഹിച്ചു പോകാതെ എന്നെ ശക്തനാക്കുന്ന ഒരുവൻ എനിക്കുണ്ട്. ആ വ്യക്തിയുടെ പേര് നസറേനായ യേശു എന്ന. പ്രിയരെ,
നസറേനായ യേശു നിനക്കുണ്ടെങ്കിൽ, നസറേനായ യേശുവിന് വേണ്ടി നിന്റെ ജീവിതം സമർപ്പിക്കുന്നെങ്കിൽ, ഇന്ന് രാവിലെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മറ്റാർക്കും താങ്ങാൻ കഴിയാത്തതും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഭയാനകമായ ഭീകരമായ പ്രതിസന്ധി കൂടെ ആയിരിക്കാം നിങ്ങൾ ഇന്ന് രാവിലെ കടന്നു പോകുന്നത്. പക്ഷേ പൗലോസിനെ പോലെ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും ഈർച്ചവാളിന്റെ നടുവിലും കോലുകളുള്ള അടിയുടെ നടുവിലും നഗ്നരാക്കി അപമാനിച്ച ആ സാഹചര്യത്തിലും പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എന്നെ ബലപ്പെടുത്തുന്നൊരു ദൈവം എനിക്കുണ്ട്, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കപ്പറ. ആ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറക്കപ്പറ. ഇന്ന് രാവിലെ ഈ കർത്താവ് നിന്നെ ശക്തീകരിക്കും. അങ്ങനെ ശക്തീകരിച്ചാൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ സകലത്തിനും മതിയായവൻ. അതെ, ജീവിതത്തിൽ കയറി വരുന്ന സകല പ്രതിസന്ധികൾക്കും പരാജയങ്ങൾക്കും മുമ്പിൽ മതിയായ ഒരു കൃപ നിന്റെ മേൽ പകർന്ന് നിന്നെ ശക്തീകരിക്കാൻ, ബലപ്പെടുത്താൻ യേശു ഇന്നും ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നെ ശക്തനാക്കുന്ന ഒരു യേശു എനിക്കുണ്ടെന്ന്, എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ക്ഷീണിപ്പിക്കാതെ, എന്നെ നശിപ്പിക്കാതെ, എന്നെ ഉയിരോടെ നിർത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിര്. ഈ ശോധന തകർക്കാനല്ല, ഈ പരിശോധന ഒതുക്കാനല്ല, ഈ മരണം നിന്നെ തീർക്കാനല്ല, ഈ വേദന നിന്നെ നശിപ്പിക്കാനല്ല, ഈ കഷ്ടത നിന്നെ മരണത്തിലേക്ക് തള്ളിയിടാനല്ല, പകരം നിന്നെ ശക്തീകരിച്ച് പുറത്തു കൊണ്ടുവരാനാ, നിന്നെ രൂപപ്പെടുത്തി പുറത്തു കൊണ്ടുവരാനാ. ഒരു കുശവൻ മണ്ണ് ഉടച്ചു വാർത്ത് ഒരു പാത്രമാക്കി പുറത്തു കൊണ്ടുവരുന്നത് പോലെ നിന്നെ ശക്തിയുള്ള, വിലയുള്ള, കൃപയുള്ള ഒരു മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവരാനാ ഈ ശോധന. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ദൈവാത്മാവ് കൽപ്പിച്ച നല്ല ദൂതിനായി സ്തോത്രം. ഞങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ, ഞങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു പോകുമ്പോൾ, ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളോട് ഇന്ന് രാവിലെ പൗലോസിൽ കൂടെ കേൾപ്പിച്ച ദൈവിക ദൂതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ സകല വിഷയത്തിലും, ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികൾക്കും ഞങ്ങൾ ശക്തരായി നിൽക്കേണ്ടതിന് കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം, ഈ 10 മിനിറ്റുള്ള ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം ഇതേ സമയം അടുത്തൊരു ദൂതുമായി കാണുന്നിടം വരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.